സ്നേഹമുള്ളവരെ, ഞാൻ അധ്യാസക്തൻ സർവശക്തൻ്റെ അനുഗ്രഹത്താലും ബലവത്തായ കൂട്ടയമായാലും ഞാൻ ഇന്ന് സ്വഭാവനാണ്. ഇന്നത്തേക്ക് 8500 ദിവസങ്ങളായി ഞാൻ മദ്യപിച്ചിട്ട്. കുടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ഞാനൊരു മുഴുകുടിയനായ അവസരത്തിൽ തന്നെ ശരിക്കും ബാറുകളിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഈ 1-ാം പടിയിലെ മദ്യത്തിന് മുമ്പിൽ അശക്തനാണ് എന്ന് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞിരുന്നു. കാരണം മദ്യത്തിനോടുള്ള ആർത്തി വളരെ കുറഞ്ഞ കാലം കൊണ്ട്, ഞാൻ ശരിക്കും 13 വർഷമാണ്. ആ 13 വർഷത്തിൽ 5 വർഷക്കാലം ചികിത്സാ കാലമായിരുന്നു. ആ ചികിത്സാ കാലഘട്ടത്തിൽ 6 മാസം 5 മാസം ഒക്കെ മദ്യപിക്കാതിരുന്നുണ്ട്. പക്ഷേ പിന്നീടുള്ള റിലാപ്സുകൾ അതികഠിനമായിരുന്നു. അതികഠിനം എന്ന് പറഞ്ഞാൽ അതികഠിനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മദ്യപിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ നമ്മൾ പറയുന്ന ആ ഒരു നാമ്പടിയിൽ പറയുന്ന ഞാൻ മദ്യത്തിന് മുമ്പിൽ അശക്തനാണ്. മറ്റുള്ള മേഖലയിലൊക്കെ എനിക്ക് വിജയമുണ്ടെങ്കിലും മദ്യത്തിൻ്റെ ആ ഒരു കുടിക്കുന്നൊരു സമയം തുടങ്ങിയാൽ പിന്നെ എനിക്ക് ഈ പറയുന്നത് പോലെ പല കുറ്റബോധങ്ങളും എന്നെ അലട്ടുകയും ചെയ്തിരുന്നു. കാരണം എൻ്റെ ഫാദർ 1977 റിട്ടയർ ചെയ്തപ്പോൾ, റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ന്യായാധിപന്മാർ കിട്ടുന്ന നിങ്ങൾ കാണും, ആ ഗവൺമെൻറ് അടിയിലായിട്ട് കോളറിൽ 2, അതായത് തുല്യത, 2 കക്ഷികളോടുള്ള തുല്യത, അത് വക്കീലന്മാരും ജഡ്ജിമാരുടെ ഒക്കെ കഴുത്തിൽ കാണും, ഒരു വെള്ള. അത് കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം അഴിച്ചു. പിന്നെ പിറ്റേ ദിവസം മുതൽ അദ്ദേഹം ജഡ്ജിയല്ല, വക്കീലാണ്, BL പാസ്സായതുകൊണ്ട്. പക്ഷെ അത് എൻ്റെ കയ്യിൽ തന്നു. ഞാനതൊരു പൊന്നുപോലെ കൊണ്ടു നടന്നിരുന്ന അതൊരു പെട്ടിക്കകത്ത് വെച്ച് ഈയിടെ കുറേ കാലമായിട്ട് ആ പെട്ടി തുറക്കാത്തത് കൊണ്ട് ഇപ്പോൾ അതിൻ്റെ ലോക്ക് എങ്ങനെയോ ബ്ലോക്കായി. ഇപ്പോൾ ഈയിടെ മകൻ അത് തുറന്നു നോക്കിയപ്പോൾ അത് ചെതൽ പിടിച്ച് പോയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഈ മദ്യപിക്കുന്ന കാലത്ത് അത് കെട്ടിപ്പിടിച്ച് കരയും. എൻ്റെ അച്ഛൻ്റെ ഗ്രേവ് യാർഡിൽ, അദ്ദേഹം കോഴിക്കോടാണ് മരണപ്പെട്ടത്, അദ്ദേഹത്തെ മറ ചെയ്യപ്പെട്ട സ്ഥാനത്തൊക്കെ രാത്രി 12 മണിക്കൊക്കെ പോയിട്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തി കിട്ടണമല്ലോ. സത്യത്തിൽ അപ്പോൾ ഈ ആ അശക്തി, മദ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റവനാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് അന്നേയുണ്ട്. പിന്നെ ചികിത്സാലയത്തിൽ വെച്ച് മീറ്റിങ്ങുകളും, 3 മീറ്റിംഗ് കിട്ടി. ആ 3 മീറ്റിങ്ങിൽ ഫസ്റ്റ് മീറ്റിംഗ് ഹോം ട്രസ്റ്റ് രാമേട്ടൻ എന്ന് പറഞ്ഞ ഒരു ഹോം ട്രസ്റ്റിൽ ജോലി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ വാർഷിക ആഘോഷമാണ് ഞാൻ ചികിത്സയിലുണ്ടാകുമ്പോൾ നടന്നത്. പക്ഷേ ആ മീറ്റിങ്ങിൽ പ്രിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു. ഹോം ട്രസ്റ്റിലെ മാനേജർ, അദ്ദേഹം ചാലപ്പുറത്തുകാരനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൗൺസിലേഴ്സൊക്കെ മീറ്റിങ്ങിന് പോകാൻ വേണ്ടി എന്നെ നിർദ്ദേശിക്കുമ്പോൾ ചെന്നത് ഈ മനുഷ്യൻ്റെ മുഖം കണ്ടപ്പോൾ ഞാൻ ബാക്കിലെ ബെഞ്ചിൽ തലയും താത്തിയിരുന്നു. ഇയാളിട്ട് അറിഞ്ഞിട്ട് ഞാനൊരു കള്ളുകൂടിയാനാണ്, ചികിത്സയിലാണെന്നൊന്നും അറിയണ്ട എന്നുള്ള നിലയ്ക്ക് എനിക്കതൊരു ശരിക്കൊരു എന്താ പറയുക, നമ്മൾ പറയൊരു മാനക്കേടൊക്കെ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ചികിത്സാ സമയത്ത് ഞാൻ ശരിക്കും ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അഡിക്ഷൻ ഡിസീസ് അങ്ങനെ ഒരു 21 ദിവസം വന്ന് ഏകദേശം ഒരു 21 ക്ലാസ്സുകൾ തന്നെ ഉണ്ട്. അതിന് പല ക്ലാസ്സുകളുണ്ട്. ഒക്കെ ഞാൻ എഴുതിയെടുക്കുമായിരുന്നു. അതുപോലെ തന്നെ സൊഷ്യലിലെ ലൈബ്രറികളിൽ നിന്ന് കിട്ടാവുന്നത്ര ബുക്കുകൾ. അതിൻ്റെ ഇടയിൽ ഈ മീറ്റിങ്ങിൽ അന്നൊന്നും വായിക്കാനൊന്നും മലയാളത്തിൽ അത്ര പറ്റി വായിക്കാനൊന്നും അത്ര വലിയ ഇതൊന്നുമില്ല. ബോംബെയിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് വന്നിരുന്ന ചില ലേഖനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഈ അശക്തി എന്താണെന്നും മഹാശക്തി എന്താണെന്നും, അത് സ്പിരിച്വാലിറ്റി എന്ന് പറയില്ലേ, ശരിക്കും 3 കൊല്ലം കൊണ്ട് സംഭവിച്ചത് അതാ. അതിന് കാരണക്കാരൻ എൻ്റെ ഗുരുഭൂതന്മാരാണ്, അതായത് ജോയ്ക്കുട്ടി മാഷ്. ഞാൻ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു.
അതുപോലെ അന്നത്തെ പഴമക്കാരനായിട്ടുള്ള സണ്ണി, അദ്ദേഹമാണ് എനിക്ക് ലിറ്ററേച്ചറിനെ പറ്റി ഓഫീസർ എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട് ലിറ്ററേച്ചറുകളെ പറ്റി. പിന്നെ മൂന്നാമതായിട്ട് ജോസഫ് മാഷ്, പിന്നെ ടി കെ രവിയേട്ടൻ. അന്ന് ഈ പഴമക്കാർ എന്നെക്കായി മുതിർന്നവരവരൊക്കെ. അതിൽ രാജുവേട്ടൻ എന്നെക്കായി 8 വർഷം, ജോസഫ് മാഷും ടി കെയും ഒരു 4 വർഷത്തിൻ്റെ അടുത്ത്. അവരൊക്കെയാണ് എൻ്റെ സീനിയേഴ്സ്. പിന്നെ വേണം ഞാൻ ഗ്രൂപ്പ് സെക്രട്ടറി ആയി. വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷയിലെത്തി 6 മാസത്തിനുള്ളിൽ തന്നെ ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു. അതിൽ ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും എന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആ സമയത്താണ്, ഏകദേശം ഞാനൊരു 2 വർഷമൊക്കെ ആയിരിക്കുന്ന സമയത്താണ് ഇൻ്റർ ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട്. 8 ഗ്രൂപ്പുകളോ മറ്റൊന്നാണ് ഞാൻ ഇൻ്റർ ഗ്രൂപ്പിൻ്റെ ഉള്ളൂ. പിന്നീട് അന്നാണ് ശരിക്ക് നമ്മുടെ ബി ക്ലാസ് ട്രസ്റ്റി ആയിരുന്ന വെങ്കിട്ട് കോഴിക്കോട് എത്തുകയും ഈ ട്രാൻസ്ലേഷൻ, ജോയ്ക്കുട്ടി സാറിൻ്റെ ട്രാൻസ്ലേഷൻ അത് DTP ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കണം, എന്നാൽ നമുക്ക് ബിഗ് ബുക്ക് അടിക്കാം. അതിന് 25,000 രൂപ അദ്ദേഹം GSO ഇന്ത്യയിൽ നിന്ന് പിന്നെ പാസ്സാക്കിയിട്ടുണ്ട്. കാരണം ഫണ്ട് വേണമല്ലോ പ്രിൻറ്റിങ്ങിന്. അപ്പോൾ സത്യത്തിൽ ഞാൻ ഈ നമ്മൾ പറയുന്ന ഒരു ഭാഗ്യം എനിക്ക് ഈ ഏല് വന്നതിന് ശേഷം പലർക്കും കിട്ടിയിട്ടുണ്ട്. അത് ചെയ്യേണ്ട ആളന്ന് ടി കെ രവിയേട്ടനാണ്. ടി കെ രവിയേട്ടൻ അന്ന് പിന്നെ അങ്ങോട്ട് മാറ്റി, കൽപ്പറ്റയിലേക്ക് മാറ്റി. അപ്പോൾ വെങ്കിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ, എന്നിട്ട് യു നോ അബൌട്ട് DTP ആൻഡ് പ്രിൻറ്റിങ്, വൈ കാണ്ട് യു ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി, യു ഗോ ടു ദ DTP സെൻറ്റർ, ഗെറ്റ് ദം typed and you go to Hafiz Muhammad's and correct it, and then correction may be made by him. അപ്പോൾ ഇതെനിക്ക് സത്യത്തിൽ ചില ദിവസങ്ങളിലൊക്കെ ഹാഫിസ് സാറ് അദ്ദേഹത്തിന് പല സുരക്ഷയുടെ ഡയറക്ടർ മാത്രമല്ല, പലതരത്തിലും ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളുണ്ട്. ചിലപ്പോൾ 10 മണിക്കൊക്കെ അദ്ദേഹം എത്തുക. ഞാൻ ഈ DTP ആയിട്ട് 7 മണിക്കോ അല്ലെങ്കിൽ 6:30 മണിക്കോ ചെന്നിരുന്നിട്ട് ഇതുവരെ കാത്തിരിക്കുകയാണ്. അവിടെയൊക്കെയാണ് ഞാൻ ഈ ക്ഷമ എന്ന് പറയുന്ന കാര്യം എനിക്ക് ആദ്യമായിട്ട് ബോധ്യപ്പെട്ടത്. ഒരാളെ കാത്തിരിക്കണമെങ്കിൽ കാത്തിരുന്നാലുണ്ടാവുന്ന നമുക്ക്, കാരണം ആ ഇറിറ്റബിലിറ്റി, ഒരു മദ്യപാനിയുടെ ഇറിറ്റബിലിറ്റി. എന്തിനു പറയുന്നു, ബിഗ് ബുക്ക് 97 മെയിൽ പിന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി ഹൈദരാബാദിലെത്തി. ഹൈദരാബാദിൽ നിന്ന് നിറഞ്ഞ ഹാളിൽ വെച്ചിട്ട് ഹാഫിസ് മുഹമ്മദിന്, അന്ന് ബി ക്ലാസ് ട്രസ്റ്റി ആയിരുന്ന വെങ്കിട്ട് ബുക്ക് കൊടുക്കുന്ന അങ്ങനെയാണ് നമ്മളെ ബുക്ക് റിലീസ് ചെയ്യുന്നത്. എൻ്റെ ഫോട്ടോസ് എൻ്റെ അടുത്ത് കാണണം. പക്ഷേ വെങ്കിട്ട് അതിൻ്റെ ഉദ്ഘാടനം കഴിയുന്ന അതിൻ്റെ അവസാനത്തിലും എൻ്റെ പേര് വിളിച്ച് പറഞ്ഞു, മൊയ്തുട്ടി യു സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞു. ഞാൻ നീറ്റു, കാരണം ഞാൻ വെറും 2 വർഷക്കാരനാണ്. എന്നിട്ട് അദ്ദേഹം ആ സദസ്സിനോട് പറഞ്ഞു, ദിസ് ഈസ് എ ജെൻ്റൽമാൻ ഹു ഹാവ് വർക്ക്ഡ് മോർ for the translation. Translation had been done by Mr. Joykutti, but it has been got DTP and correction from Hafiz Muhammad, and he has spent a lot of time for this. So give him a clap എന്ന് പറഞ്ഞപ്പോൾ കൂട്ട കയ്യടിയാണ്. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ പറയില്ല, നമുക്ക് ഒരു എന്താ പറയുക, ആദ്യമായിട്ട് തന്നെ കണ്ണീരാണ് വന്നത്. പിന്നീട് ഞാനത് കൈവിട്ടിട്ടില്ല ഇന്നേ വരെ. എന്നെക്കൊണ്ട് കഴിയുന്ന മലയാളത്തിൽ വരുന്ന ലിറ്ററേച്ചർ, അത് പല സെക്ഷനുകാർക്ക് പല രീതിയിലാണ് ഞാനത്. ഒരു എഡ്യൂക്കേറ്റഡ് മാൻ, കാരണം ഞാൻ വന്നതിന് ശേഷമാണ് ഇതിനകത്ത് ഡോക്ടർ, എൻജിനീയർ, ഡോക്ടറേറ്റുള്ളവർ, അങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് വിങ് ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടത്. കാരണം അവർക്കൊക്കെ വേണ്ടതായിട്ടുള്ളത്, അപ്പോൾ സാധാരണ ഒരു ഡോക്ടർക്ക് നമ്മൾ ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ, സാധാരണ വായിക്കുന്ന ഒരു മലയാളം ബുക്ക് കൊണ്ടു കൊടുത്താൽ യു വിൽ നോട്ട് ആക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ കിട്ടാവുന്നത്ര DTP സെൻറ്ററിൽ പോയിട്ട്, അന്ന് DTP സെൻറ്ററിൽ ഇരുന്ന് കമ്പ്യൂട്ടറിൽ റിഗാർഡിങ് ഡിസീസ്, പിന്നെ അതുപോലെ ഡോക്ടർ സിൽക്ക് വർത്തിൻ്റെ ഫയല്, ഡോക്ടർ ട്രൈബ്യൂട്ടിൻ്റെ ഫയൽ, ഇതൊക്കെ ആയിട്ട് ഞാനൊരു 100-300 പേജുള്ള ഒരു പുസ്തകം തന്നെ ഞാൻ ആ കാലത്ത് തന്നെ ഒരു 3 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാം. സാധാരണക്കാരനായിട്ടുള്ളവർക്ക് ഈ 7-1-3 പടികൾ, അത് നമ്മളാ ശരിക്കും പറഞ്ഞ 6 പടി വരെ അതിൽ പറയുന്ന ഈ 12 പടിയും ഒരു സൈക്കിള്, അല്ലെങ്കിൽ ആ സൈക്കിളിൻ്റെ ഏത്
ഇല്ലക്കാണ്, അതായത് സൈക്കിളിൻ്റെ ചുറ്റും ഈ കമ്പികളുണ്ടാവില്ല, അതുപോലെയാണ് ഈ 12 പടികൾ. അതിൽ ഒന്ന് വളഞ്ഞു പോയാൽ സൈക്കിൾ വളയും. അങ്ങനെയൊക്കെയുള്ള അതൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇപ്പോഴും ഞാനത് ഇങ്ങനെ പുതുമക്കാർക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ തന്നെ ഒരു മക്കളിട്ടൊരു പേരുണ്ട്, ഫോട്ടോസാറ്റ്. എന്ത് കിട്ടിയാലും അതെടുത്ത് 10 പേർക്ക് ഞാൻ അയച്ചിരിക്കും. കാരണം ബിൽഡബ്ല്യു പറഞ്ഞിട്ടുള്ള പാസിറ്റോൺ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളതാണ്. പിന്നെ മീറ്റിങ്ങുകളിൽ പോകും. ആരോടും തർക്ക വിഷയത്തിനും പിന്നെ എന്താ പറയുക, ഇതിനൊന്നും ഞാൻ പോകില്ല. അത് പണ്ടേ എനിക്ക് ഈ മതാചാര്യന്മാർ അല്ലെങ്കിൽ നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കൾ അവരായിട്ടൊന്നും ഒരു ദിവാന സമയത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അതല്ലാതെ എൻ്റെ ലൈഫിൽ ഞാൻ വെറുതെ ഒരാളോട് പോയിട്ട് ചണ്ട കൂടുന്ന ഒരു പതിവൊന്നും എനിക്കില്ല. പക്ഷേ ഏതിൽ വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വാസു ഫ്രം ചെന്നൈ, നൗ ഈസ് അറ്റ് ബാംഗ്ലൂർ, കംപ്ലീറ്റഡ് 40 years. ദെൻ കട്ടിയുള്ള നമ്മുടെ പിന്നെ ബാംഗ്ലൂർക്കാരനായ ബി ക്ലാസ് ആയിരുന്ന മിലിറ്ററിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. പിന്നെ ദെൻ കംസ് ബിഷാംബർ ഫ്രം, ശരിക്ക് ഇന്ത്യയിൽ ഡൽഹിയിൽ ഇത് മുളച്ചുണ്ടാവാൻ കാരണക്കാരൻ ബിഷാംബറാണ്. അത് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ മറ്റേ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പിന്നെ വന്നതും വളർച്ചയെപ്പറ്റിയൊക്കെ GS ഇറക്കുന്ന ബുക്കിനേക്കാളും കൂടുതൽ വേറൊരു കളക്ഷൻ എൻ്റെ അടുത്തുണ്ട്. എങ്ങനെയാണിത് ബോംബെയിൽ വന്നത്, പിന്നെ ഡൽഹിയിലും വന്നു, ആ ഡൽഹി തളരുന്നു ബോംബെ വളരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളായിട്ടുള്ളത് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ടൈപ്ഡ് മാറ്റേഴ്സാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിലൂടെ സഞ്ചരിക്കുന്നു. ഞാനിതിനെ ഇപ്പോൾ എൻ്റെ വീട്ടുകാർ ഇതുവരെ ഇതിനകത്ത് എന്നെ എതിർത്തിട്ടില്ല, അവരൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഐ ഹാവ് ഗോട്ട് അതിനകത്ത് എനിക്ക് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു ഫിക്സഡ് എമൗണ്ട്. കാരണം ഞാൻ ഒരു മാസം ആ കാലത്ത് തന്നെ ഒരു 6000-7000 രൂപയ്ക്ക് മദ്യപിച്ചിരുന്ന് എനിക്ക് ഒരു അധികകാലത്ത് ഒരു 500 ആണെങ്കിൽ ഇപ്പോൾ ഒരു 1000-1500 രൂപ വരെയൊക്കെ ഞാനൊരു മാസം സ്പെൻഡ് ചെയ്യും. അത് ചിലപ്പോൾ ഇപ്പോൾ ഞാൻ വളരെ ബിസിയാണ്. വളരെ ബിസി എന്ന് പറഞ്ഞാൽ സൂക്കേട് മാറി വന്നതിന് ശേഷം 2 മാസം എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഹോസ്പിറ്റലൈസ് ചെയ്തു, ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ പലിശ അടക്കം ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തോടു കൂടി ആ ഒരു എന്താ പറയുന്ന മാതിരി നമ്മൾ ഈ വർക്കഹോളിക് എന്നൊക്കെ പറഞ്ഞ മാതിരി കുറച്ച് പുതുമക്കാർക്കും കുറച്ച് ഇതുപോലെ സംശയമുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് പുതിയ കളക്ഷൻസും അതുപോലെ എയുടെ പടികൾ നടപ്പാക്കുന്നതിൻ്റെ വർഷം ഞങ്ങളിവിടെ ആദ്യം ചെയ്തത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ബാംഗ്ലൂർ ചികിത്സാലയത്തിലായിരുന്നു. പിന്നെ എസാൾട്ടിൽ നിന്ന് വരുത്തി, പിന്നെ അമേരിക്കയിൽ നിന്ന് തന്നെ 12 പടികൾ എങ്ങനെ ചെയ്യുന്നു അത് 2 വേറെ എക്സ്ട്രാ കിട്ടി. അപ്പം മൊത്തം എസാൾട്ടിനടക്കം 3 ഞങ്ങളുടെ പഴയത് 4 അത് വിനോയ് മാഷക്ക്, ലാമ്പട്ട് മാഷക്കൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അതൊക്കെ ഇനി അവരുടെ പണിയാണ്. മാഷോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത തലമുറയ്ക്ക് ഇത് കൊടുക്കാൻ ഉള്ള നിയോഗം നിങ്ങൾക്കാണ്, ഞങ്ങൾക്കൊക്കെ ഞാൻ ഐ എം ഗോയിങ് ടു കംപ്ലീറ്റ് 70. അതുകൊണ്ട് ഞാൻ 7 വിട്ടുപോകുന്നു അല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പലതും കേൾക്കാം. പക്ഷേ എൻ്റെ സ്പോൺസർമാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം കേൾക്കുക, അങ്ങോട്ടൊന്നും മറുപടി പറയണ്ട. പിന്നെ ചില എന്താ പറഞ്ഞ മാതിരി കല്ലേറുകളും കുത്തും ചവിട്ടുമൊക്കെ പ്രവർത്തന രംഗത്ത് ഉണ്ടാകുമ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇപ്പോഴും എന്താ പറഞ്ഞ മാതിരി ഒരു 2 കൊല്ലം മുമ്പേ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഞാനത് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു. ഒരു മെമ്പർ മറ്റൊരു മെമ്പറോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, എന്തോ എന്നെപ്പറ്റി ആരോ പറഞ്ഞപ്പോൾ അവരുടെയൊക്കെ ഇപ്പോൾ പറഞ്ഞപ്പോൾ അതിൽ ഔട്ട് ഓഫ് റേഞ്ച് ആയി പോയ പാർട്ടീസല്ലേ. പക്ഷേ എനിക്കത് വല്ലാതെ കൊണ്ടു. ഞാനത് ഓപ്പണായിട്ട് തന്നെ മീറ്റിങ്ങിൽ പറഞ്ഞു. ഞങ്ങൾ കുറച്ച് ഈ MW സ്റ്റേഷൻ ഒരു 10 കിലോമീറ്ററിലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് ഇന്ത്യ മുഴുവൻ കേൾക്കുന്ന രീതിയിലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്. പക്ഷേ ഈ ചെറിയ ആ 10 വാട്ടുള്ള സ്റ്റേഷനിൽ നിന്ന് കിട്ടിയുള്ള റേഞ്ചിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്നും ഞാൻ പ്രവർത്തിക്കുന്നുള്ളൂ. ഞാൻ എന്താ പറഞ്ഞ മാതിരി ഓൾ ഇന്ത്യ ലെവലിലേക്കൊന്നും പോകാൻ എനിക്ക് വയ്യതാനും പറഞ്ഞ മാതിരി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ പല പാഠങ്ങളും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരോടാണെങ്കിലും സോറി എന്ന് പറയാനൊന്നും എനിക്കൊരു മടിയില്ല. പണ്ടത് പറഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജീവിതത്തിൽ വന്ന മാറ്റം, പിന്നെ പ്രായം കൊണ്ട് വന്ന മാറ്റം, അതൊക്കെ ഇതിൻ്റെ ഓരോ ഘടകമാണല്ലോ. പിന്നെ ഇന്നത്തെ തലമുറ അന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അന്ന് ഞങ്ങൾ കത്തുകളാണ് എഴുതുക.
കത്തുകൾ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയറിങ് ഓൺ പേപ്പേഴ്സ്. രവിയേട്ടൻ എനിക്ക് എഴുതും, ഞാൻ രവിയേട്ടൻ എഴുതും. രവിയേട്ടൻ ശരിക്കൊരു നിരീശ്വരവാദിയാണോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു എയിൽ വന്നിട്ടും. പക്ഷെ അദ്ദേഹം എയിൽ വന്നതിന് ശേഷം നല്ല ഒരു ദൈവവിശ്വാസമാണ്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ നാളെ 18 ജനുവരിക്ക് അദ്ദേഹം 27 വർഷം തികക്കുമായിരുന്നു. 23 വർഷം കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിൽ ആണ് അദ്ദേഹം മരിക്കുന്നത്. 18 അദ്ദേഹത്തിൻ്റെ വാർഷികം, 26 ജനുവരി 26 റിപ്പബ്ലിക് ഡേ അന്നാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ രാജുവേട്ടൻ പിന്നെ വേറൊരു ടൈപ്പാണ്. എന്തിനും ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജന്മനാ കിട്ടിയ ഒരു 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 വല്ലാത്തൊരു ഒരു ഒരു എന്തുണ്ടെങ്കിലും മോനെ അതങ്ങ് വിട്ടേക്ക്. അതുപോലെ തന്നെ എൻ്റെ സ്പോൺസറും വാസുവും, ലീവ് ഇറ്റ് ഓഫ് മാൻ, യു ആർ ഇൻ എ, ദേ ആർ നോട്ട് ഇൻ എ, ദേ ആർ ജസ്റ്റ് കമ്മിങ് ആൻഡ് ഗോയിങ്, they doesn't know the reality of or the goodness of a എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ട് കിട്ടുമ്പോൾ എന്നെ ആര് ചവിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല, എന്നെ ആര് എറിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഈ പറയുന്ന പോലെ ഈ 8500 ദിവസത്തിലെത്തുമ്പോൾ എല്ലാം കൊണ്ടും വെങ്കട്ട് അദ്ദേഹത്തിൻ്റെ സ്പൗസിയായിരുന്ന, ഞാൻ അന്ന് കാർ ഡ്രൈവ് ചെയ്തിട്ട് വെങ്കട്ടിനെ ഇവിടെ അദ്ദേഹം വിസിറ്റിന് വന്നപ്പോൾ രവിയേട്ടൻ ഞാനും വേറൊരാളും കൊണ്ട് ഞാനൊന്ന് എൻ്റെ വണ്ടിയിലാണ് അവർ കൊണ്ടുപോകുമ്പോൾ വെങ്കിട്ട് പറയുന്നു പിന്നെ ഇദ്ദേഹത്തോട്, നമ്മുടെ DKയോട്, നൗ യു ആർ 10 years യങ് ഇൻ എ, നൗ 33% ഇൻ എ, 33% ടു ദ കമ്മ്യൂണിറ്റി. ടു ദ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സമൂഹം. ആ സമൂഹത്തിൽ നമുക്ക് എന്താ പറയുന്ന മാതിരി അമ്പലം, പള്ളി അങ്ങനെയുള്ളതിലൊക്കെ ആവാം, അല്ലെങ്കിൽ ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറയാം. ദെൻ 33% ടു ദ ഫാമിലി. അപ്പോൾ അതിന് ശരിക്കും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ എൻ്റെ സ്പോൺസർ പറയുന്ന നമുക്കൊക്കെ ഇത്രയും കാലത്തെ പഴക്കം വന്നാൽ, ഒരു 20 വർഷമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടാവുന്ന 2 പടികളേ ഉള്ളൂ. ബാക്കിയൊക്കെ വി ഹാവ് ബീങ് പ്രാക്ടീസ്ഡ് ആൻഡ് ദ ലൈഫ് ഹാസ് ചേഞ്ച്ഡ് സോ മച്ച്. അപ്പോൾ ഇതിന് സമയവും പഴക്കവും എനിക്കതിന് സമയം ഉണ്ടായിരുന്നു, കുറച്ച് സാമ്പത്തികം അതും കയ്യിൽ കുറേശ്ശെ, ഒരു എന്താ പറയുക, വലിയ ബാങ്ക് ബാലൻസ് ഒന്നും ഉള്ള ഒരാളൊന്നുമല്ല. പക്ഷേ ദൈനംദിന ജീവിതത്തിന് ബുദ്ധിമുട്ടില്ല. 3 മക്കൾ, അവർ നന്നായി അധ്വാനിച്ച് അവർ എന്ത് ചോദിച്ചാലും തരും. പക്ഷേ ഇപ്പോൾ കാറ് തന്നെ ഫസ്റ്റിൽ എൻ്റെ അടുത്ത് കാറും മോട്ടോർ സൈക്കിളൊക്കെ ഉണ്ടായിരുന്നത്, അതൊക്കെ കുടിയുടെ കാലത്ത് നഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഞാൻ ആദ്യം ഒരു ബൈക്ക് വാങ്ങി. പിന്നെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കാശ് കിട്ടിയപ്പോൾ ഒരു കാറ് 90 സോബ്രായതിന് ശേഷമാണ് ഒരു അംബാസഡർ കാറ് വാങ്ങി. അത് പിന്നെ കുറേ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ 1900, അതായത് 11 കൊല്ലം മുമ്പേ 2007 ഒരു പുതിയ വാഗണർ കാറ് മക്കൾ വാങ്ങിത്തന്നു. ഇപ്പോൾ മക്കളുടെ കുടുംബങ്ങൾക്കൂടെ വന്നപ്പോൾ അവരൊക്കെ പുതിയ പുതിയ കാറുകൾ അവരെ ഫാമിലിക്ക് വേണ്ടി വാങ്ങുന്നതിന് മുമ്പേ ആ പഴയ വാഗണർ കൊണ്ടുപോയിട്ട് ഒരു പുതിയ വാഗണർ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കൊടുത്തിട്ട് അതിൻ്റെ താക്കോൽ എന്നെ ഏൽപ്പിച്ചു. വണ്ടി അവരുടെ പിന്നെ അമ്മയുടെ പേരിലാണ്, അതായത് വൈഫിൻ്റെ പേരിലാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലൊന്നും എനിക്ക് യാതൊരു മാനക്കേടുമില്ല അത് പറയുന്നതുകൊണ്ട്. കാരണം ഐ ആം ആൻ ആൽക്കഹോളിക്, മനസ്സിലായില്ലേ? ഏത് നിമിഷവും ഈ പറയുന്നതായിട്ട് നമുക്ക് തലതിരിയാം. അപ്പോൾ അവർ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബിൽഡബ്ല്യുവിൻ്റെ A Safe Use of Money എന്ന് പറയുന്ന ആ ലേഖനം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ആ മിസ്മാനേജബിലിറ്റി, അതാണ് ടി.കെ. രവിയേട്ടൻ എന്നോട് ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ, 1ാമത്തെ പടിയിലെ പകുതി എത്തി, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പകുതിയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് മോനെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ സ്പോൺസറുമായിട്ട് ബന്ധപ്പെട്ട് ആ 1ാമത്തെ പടിയുടെ 2ാമത്തെ ഘടകം, ആ മിസ്മാനേജബിലിറ്റി, അത് വാസു മദ്രാസിൽ ചെന്നപ്പോൾ ഒരു 20 എണ്ണം പറഞ്ഞു തന്നു. relationship in the family, relationship with your community, then relationship with your wife house. അത് you have to write it. then finance, then sex, ഇങ്ങനെ ഒരു 20 കാര്യം. അപ്പം ഞാൻ വിചാരിച്ചു എന്തപ്പോൾ ഈ മനുഷ്യനിപ്പോൾ ഈ 10-20 ഇതൊന്നും എനിക്ക് ബാധകമുള്ള കാര്യമല്ലല്ലോ. പക്ഷെ ഞാൻ വീട്ടിലിരുന്ന് അതൊക്കെ മലയാളത്തിലേക്ക്, അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞതൊക്കെ മലയാളത്തിലേക്ക് എഴുതി നോക്കുമ്പോൾ ആ 20 എണ്ണവും ശരിക്ക് അതിലിപ്പോൾ എന്താ പറയുക വെച്ചാൽ ചിലതിൽ ഇപ്പോഴും ഞാനത് റിവൈസ് ചെയ്യാറുണ്ട്. ഒരു കൊല്ലത്തിൽ ആ 20 സംഗതി അദ്ദേഹം പറഞ്ഞു തന്നത് ഞാൻ റിവൈസ് ചെയ്യാറുണ്ട്. അതിലിപ്പോൾ എനിക്ക് ചിലതിൽ
A+1 ഉണ്ട്, ചിലതിൽ എ ആണ് ഉള്ളത്, ചിലതിൽ ബി ഉണ്ട്, ചിലതിൽ B1 ഉണ്ട്. മനസ്സിലായില്ലേ? അതാണ് ഈ പറയുന്നത് പോലെ നമുക്ക് എല്ലാ തലത്തിലും അങ്ങ് പെട്ടെന്നൊന്നും വളരാനും പെട്ടെന്നൊന്നും ഇതുപോലെ പിന്നെ എല്ലാം നേടാനും അത് ചിലർക്ക് ചില ഫൈനാൻസ് പ്രോബ്ലമൊക്കെ പെട്ടെന്ന് തീരും. കാരണം ഇപ്പോൾ ഭാര്യയും ഭർത്താവും ജോലിക്കാരാണെങ്കിൽ അവരുടെ ഫൈനാൻസ് പ്രോബ്ലമൊക്കെ പെട്ടെന്ന് തീരും. മനസ്സിലായില്ലേ? സാധാരണക്കാരനായ മനുഷ്യന് ഒരുപാട് കടങ്ങളും ഒക്കെ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ മക്കൾ കല്യാണം കഴിക്കാനും പഠിപ്പിക്കാനൊക്കെ ഉള്ള ഒരാൾക്ക് അദ്ദേഹം നല്ലോണം സ്ട്രെയിൻ ചെയ്യണം, നല്ലോണം. പക്ഷേ ഞാൻ എന്നോട് ബന്ധപ്പെടുന്ന ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അവർ ബാങ്ക് ലോണൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയും, നോ പ്ലീസ് ഡോണ്ട് ടേക്ക് ലോൺ ഫോർ ദി സ്റ്റഡീസ്. നിങ്ങൾ ഒന്നും കൂടെ അധ്വാനിച്ചിട്ട് അതിൻ്റെ പൈസ കൊണ്ട് മക്കളെ പഠിപ്പിക്കുക. കാരണം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ ഇന്നലെ പോയിരുന്നു. ഈ 16 years സോബർ. അദ്ദേഹത്തിൻ്റെ മകള് ഷീ ഗോട്ട് ആഫ്റ്റർ പാസിംഗ് ദ MBA ഷീ ഗോട്ട് ഫെഡറൽ ബാങ്കിൽ മാനേജറായിട്ട് തന്നെ പോസ്റ്റിംഗ് കിട്ടി. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാം അടച്ചു കഴിഞ്ഞു എന്നുള്ള വിചാരിച്ചിട്ട് പിന്നെ ബാങ്കിൽ ചെന്ന് നോക്കുമ്പോൾ പിന്നെ എല്ലാ മാസവും അടക്കുന്നുണ്ടെങ്കിലും പിന്നെ 3.5 ലക്ഷം രൂപ ബാക്കിയുണ്ട് അവിടെ എന്നാണ് പറഞ്ഞത്. ഇൻട്രസ്റ്റ് അത്രയധികം ബാങ്കുകൾ നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈസ് എ മെയ്സൺ. ഇന്ന് രാവിലെ അദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് എൻട്രൻസ് കിട്ടി, പിന്നെ എൻജിനീയറിംഗ് ചേർന്നപ്പോൾ പറഞ്ഞു, നോ ഇത് വേണ്ട മോനെ വേണ്ട. പക്ഷേ ആ കുട്ടി പാസ്സായി വന്നപ്പോഴേക്ക് അയാൾ കഠിനാധ്വാനം ചെയ്ത് കുട്ടിയെ ഒരു ബാധ്യതയില്ലാതെ പഠിപ്പിച്ച് നന്നായി അധ്വാനിക്കുമായിരുന്നു. അധ്വാനം അദ്ദേഹം വീണ്ടും തുടങ്ങി. വീട്ടിൽ പശുവിനെ വളർത്തുന്നു, പണിക്ക് പോകുന്നു, പണിക്കാരെ വെച്ച് അയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു മിനി, അദ്ദേഹത്തിൻ്റെ കീഴിൽ എപ്പോഴും 4-5 പണിക്കാരുണ്ടാവും. അപ്പോൾ എനിക്ക് മനസ്സിലായി തന്ന ഒരു കാര്യം ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഗണേശ് അയ്യർ എന്നെ പഠിപ്പിച്ചത്, വൈ ഡു യുവർ വൈഫ് ആൻഡ് ചിൽഡ്രൻ ഡിപ്പെൻഡ് ഓൺ യു? വൈ ഡു യു മസ്റ്റ്